ഇത്രയും നല്ല രീതിയിൽ ഭരണം നടത്തിയ ഒരു ഭരണകർത്താവിനെ എന്തിനാണ് ഒരു ദൈവം എന്തിനാണ് പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തത്? ഇവിടുത്തെ വില്ലൻ ആരാണ്? ഞങ്ങൾ എല്ലാവരും ഒരാളാണ്, ഒരൊറ്റ അമ്മ മക്കളാണ് എന്നുള്ളൊരു മനോഭാവത്തിന്റെ കൂടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഏകദേശം 5000-ഓളം വരുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് അവരുടെ കൈകളിലേക്ക് പഠന ഉപകരണങ്ങൾ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആരാധ്യനായ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ വി രാജേഷാണ്. ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു മേയർ ഏതെങ്കിലും ഒരു നഗരത്തിലുണ്ട് എന്ന് ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പറയും തിരുവനന്തപുരത്തെ മേയർ വി രാജേഷാണെന്ന് കൊച്ചുകുട്ടികൾ പോലും പറയും. സ്കൂളിന്റെ വഴിയിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിലിരിക്കുന്ന കുട്ടികൾ, ആട്ടോയിൽ സഞ്ചരിക്കുന്ന കുട്ടികൾ, നടന്നു പോകുന്ന കുട്ടികൾ, എല്ലാ കുട്ടികളും ആരെ ഐഡന്റിഫൈ ചെയ്യുന്നു? നമ്മുടെ മേയറിനെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, കൂടെ ഉള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കൈത്താങ്ങായി നിൽക്കുവാൻ നമ്മുടെ മുന്നിൽ മേയർ ഉണ്ട് എങ്കിൽ നമുക്ക് ആരെ പേടിക്കണം? പ്രിയമുള്ളവരെ, നമുക്ക് ആരെയാണ് പേടിക്കേണ്ടത്? അവരുടെ ഒരുമയാണ് ഇതിന്റെയൊക്കെ എന്താണ്? നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ ഓണാഘോഷം പൊടിപൊടിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ ജനാവലിയാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഉൾപ്പെടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പരിപാടി നിലവിലിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ വേദിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ കരമന അജിത്ത് പ്രസംഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ M.R. ഗോപൻ അവരുകൾ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ശ്രീ വി രാജേഷ് അവരുകൾ, വേദിയിലിരിക്കുന്ന മരാമത്ത് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എൻ്റെ പ്രിയ സഹോദരി ശ്രീ മഞ്ജു GS, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ സത്യവതി, നഗരസഭയുടെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഷാഫി അവരുകൾ, നമ്മുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുജിത് അവരുകൾ, ഇവിടെ പങ്കെടുക്കുന്ന ജീവനക്കാരെ, മറ്റ് കൗൺസിലർമാരെ, എല്ലാവർക്കും നമ്മുടെ മേയർ കെയർ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് ഒരു ചരിത്ര സംഭവം തിരുവനന്തപുരം നഗരസഭയിൽ തിരുത്തി കുറിക്കുകയാണ്. മറ്റൊന്നുമല്ല, പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനം, അതോടൊപ്പം തന്നെ ഓരോ പൗരന്മാരുടെയും ക്ഷേമം ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിക്കാണ് പുതിയ ഭരണസമിതി നേതൃത്വം കൊടുക്കുന്നത്. നമുക്കറിയാം, ഇനി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ മാവേലി തമ്പുരാനെ സ്വീകരിക്കുവാൻ വേണ്ടി ഓരോ ഭവനങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. ഒരുമയുടെ പ്രതീകമായ ഓണം, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പ്രതീകമായ ഓണം നമ്മളെല്ലാ വർഷവും ആഘോഷപൂർവമായി ആഘോഷിക്കുന്നത്. മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഓണം ഉണ്ട് എന്ന് പറയുമ്പോൾ, ഇന്നിപ്പോൾ ലോകത്ത് എവിടെയൊക്കെ മലയാളികൾ ഉണ്ട് എങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. നമുക്കറിയാം, കഴിഞ്ഞ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ജൂൺ മാസം 1-ാം തീയതി സ്കൂളുകളിലേക്ക് കുട്ടികൾ പ്രവേശനം നടക്കുന്ന സമയത്ത്, പ്രവേശന ഉത്സവം നടക്കുന്ന സമയത്ത് നമ്മുടെ മേയർ
തിരുവനന്തപുരത്തിന്റെ മേയർ ആരാധ്യനായ VV രാജേഷിന്റെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. സർക്കാർ സ്കൂളുകളിലേക്ക് പടിവാതിക്കൽ കയറിപ്പോകുന്ന പാവപ്പെട്ടവരായ ഒരു വിദ്യാർത്ഥിക്കും ഒരു വിദ്യാർത്ഥിനിക്കും ഏതൊരു കാരണവശാലും ഒരു അല്ലലും ഉണ്ടാകരുത്. പാഠപുസ്തകങ്ങൾക്കും അതുപോലെ തന്നെ പഠന ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിലേക്ക് പോകേണ്ട സാഹചര്യം ഒരു കുട്ടിക്ക് പോലും ഇല്ലാതാകാതിരിക്കുവാൻ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു അത്. പ്രിയമുള്ളവരെ, തിരുവനന്തപുരം നഗരസഭയിലെ 164 സർക്കാർ സ്കൂളുകളിലേക്ക് ഒരു കക്ഷിയും നോക്കാതെ, ഒരു ജാതിയും നോക്കാതെ, ഒരു മതവും നോക്കാതെ ആരാധ്യനായ മേയർ എല്ലാ കുട്ടികൾക്കും ഏകദേശം 5000-ഓളം വരുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് അവരുടെ കൈകളിലേക്ക് പഠന ഉപകരണങ്ങൾ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആരാധ്യനായ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ VV രാജേഷാണ്. അഭിമാനപൂർവ്വം നമുക്ക് പറയുവാൻ സാധിക്കും. കേരളത്തിൽ മാത്രമല്ല, എല്ലാ മഹാരാജ്യത്ത് ഒരു മേയറും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി എന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ തന്നെ, തിരുവനന്തപുരത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അനന്തപത്മനാഭന്റെ തിരുമുറ്റത്തുള്ള ഓരോ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവർ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് വേണ്ട പഠനോപകരണങ്ങൾ മുഴുവൻ വാങ്ങിക്കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. VV രാജേഷിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അത് കുട്ടികളുടെ മനസ്സിൽ ഇന്നിപ്പോൾ VV രാജേഷുമായി പലപ്പോഴും എനിക്ക് യാത്ര ചെയ്യുവാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അവസരം കിട്ടുന്ന സമയത്ത് സാധാരണയായി സിനിമാ സ്റ്റാറുകളുടെ മുന്നിൽ ആണ് കുട്ടികൾക്ക് ഏറ്റവും അറിയപ്പെടുന്നത്. സ്കൂളിന്റെ വഴിയിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിലിരിക്കുന്ന കുട്ടികൾ, പിഞ്ചു കുട്ടികൾ, ആട്ടയിൽ സഞ്ചരിക്കുന്ന കുട്ടികൾ, നടന്നു പോകുന്ന കുട്ടികൾ, പ്രായഭേദമെന്നെ എല്ലാ കുട്ടികളും ആരെ ഐഡന്റിഫൈ ചെയ്യുന്നു? നമ്മുടെ മേയറിനെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. അത് കുട്ടികളുടെ മനസ്സിൽ പോലും ചെറിയൊരു പരിപാടി മാത്രമാണ് നമ്മൾ അന്ന് നടത്തിയത്. ഇപ്പോൾ ആ കുട്ടികളൊക്കെ കൈ കാണിക്കുന്ന സമയത്ത് മേയർ എന്നോട് പലപ്പോഴും പറയാറുണ്ട്, അടുത്ത വർഷം നമുക്ക് 164 സ്കൂളുകൾക്കുമല്ല, തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഉള്ള മുഴുവൻ കുട്ടികൾക്കും നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അതിനേക്കുള്ള ലക്ഷ്യമാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം വളർന്നു വരുന്ന ഓരോ കുട്ടികളുടെയും മനസ്സില് നാളത്തെ ഭാവിയുടെ തലമുറയാണ് അവർക്ക് പഠനം ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവരുടേതായ ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സംജാതമാക്കുവാൻ പാടില്ല. അതുകൊണ്ട് അവർക്കൊരു അല്ലലും ഉണ്ടാകാൻ പാടില്ല. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചെമ്പഴുതി ഉദയൻ എല്ലാ സ്കൂളുകളിലേക്കും അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനത്തിന് വേണ്ടി എല്ലാ സ്കൂളുകൾക്കും, സർക്കാർ സ്കൂളുകളിലേക്കും 5 ലക്ഷം രൂപ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് തന്നെ അലോട്ട് ചെയ്യപ്പെട്ടു. നോക്കണേ, എല്ലാ സ്കൂളുകളും തുറക്കുന്ന സമയത്ത് മരക്കൊമ്പുകളെല്ലാം നിങ്ങൾക്കറിയാം, സ്കൂൾ തുറക്കുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം മലക്കൊമ്പുകൾ വീഴുന്നുണ്ട്, അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്, സ്കൂളിലേക്ക് പാമ്പുകൾ കയറുന്നുണ്ട്. ഇതൊക്കെ നിത്യവാർത്തകളായിരുന്നു. ഈ കഴിഞ്ഞ 8 മാസക്കാലം എവിടെയെങ്കിലും ഏതെങ്കിലും സ്കൂളിലെ മരക്കൊമ്പുകൾ വീഴുന്ന കുട്ടികൾക്ക് പരിക്ക് പറ്റി എന്ന് എവിടെയെങ്കിലും പറയാൻ സാധിക്കുമോ? ഇല്ല. ഏതെങ്കിലും ഒരു സ്കൂളിൽ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അടിസ്ഥാനപരമായി സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ആരാധ്യനായ മേയറുടെ നേതൃത്വത്തിൽ എല്ലാം കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഒരു നേട്ടമല്ലേ ഇത്? ഒരു നേട്ടമല്ലേ? സ്കൂളിന്റെ കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്. ചെയർമാൻമാരുടെ യോഗം വിളിച്ചു മേയർ. ഓണത്തിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? പാവപ്പെട്ട സാനിറ്റേറിയം വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ ഓരോ വീടിന്റെയും വാതിക്കൽ ചെന്നിരുന്ന്
ജൈവമാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ശേഖരിക്കുന്ന തൊഴിലാളികൾ, ആ തൊഴിലാളികൾ മുതൽ നമ്മുടെ സെക്രട്ടറിക്ക് വരെ, ഉന്നത ഉദ്യോഗസ്ഥനാണല്ലോ സെക്രട്ടറിക്ക് വരെ ഓണക്കിറ്റും അതുപോലെ ഓണക്കോടിയും കൊടുക്കുവാൻ തീരുമാനിച്ചു. ഏകദേശം 4000-ഓളം പേരുണ്ടാകുന്നതാണ് ഞാൻ കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, കൂടെ ഉള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കൈത്താങ്ങായി നിൽക്കുവാൻ നമ്മുടെ മുന്നിൽ മേയറുണ്ട് എങ്കിൽ നമുക്കാരെ പേടിക്കണം? പ്രിയമുള്ളവരെ, നമുക്കാരെയാണ് പേടിക്കേണ്ടത്? ഈ സമൂഹത്തിൽ എല്ലാവരെയും ഒരുമയോടെ കാണുന്ന മഹാബലി തമ്പുരാൻ പണ്ട് ഈ മഹാരാജ്യം വാണിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആർക്കും ഒരു അല്ലലില്ലാതെ, കള്ളവുമില്ല, ചതിയുമില്ലാതെ, വഞ്ചനയില്ലാതെ എല്ലാവരെയും ഒരുമയോടുകൂടി, എല്ലാവരും സഹവർത്തിത്വത്തോടുകൂടി, എല്ലാവരും സ്നേഹത്തോടെയും സാഹോദര്യത്തോടും കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന്റെ ഒരു തിരിച്ചുവരവാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയുവാൻ സാധിക്കും. പണ്ട് മഹാബലി നാടുവാണിരുന്നു. മഹാബലി നാടുവാണിരുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും ഒരുപോലെയാണ് കണ്ടത്. എല്ലാവരെയും സ്നേഹിച്ചു. വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ ഒരുമയോടുകൂടി ഭരണം നടത്തിയ ഒരു ഭരണകർത്താവായിരുന്നു മഹാബലി എങ്കിൽ, ആ മഹാബലി തമ്പുരാൻ ഈ നാടുവാണിരുന്നപ്പോൾ എന്തിനാണ് മഹാവിഷ്ണു സാക്ഷാൽ ഭഗവാൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തത്? ഇതല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? ഇത്രയും നല്ല രീതിയിൽ ഭരണം നടത്തിയ ഒരു ഭരണകർത്താവിനെ എന്തിനാണ് ഒരു ദൈവം, നമ്മളെല്ലാം പറയുന്ന മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാര പുരുഷനായ വാമനൻ എന്തിനാണ് പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തത്? ഇവിടുത്തെ വില്ലനാരാണ്? മഹാബലിയാണോ അതോ ഈശ്വരനാണോ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാ മനസ്സിൽ തെറ്റിദ്ധാരണയുണ്ട്, നമുക്കെല്ലാം തെറ്റിദ്ധാരണയുണ്ട്. ഭഗവാൻ 10 അവതാരം എടുക്കുന്ന സമയത്ത് 10നും ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ അവതാരമെടുക്കുന്നത്. എപ്പോഴൊക്കെയാണോ ഈ ലോകത്ത് അധർമ്മം വിളയാടുന്ന സമയത്ത് ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് അവതാര പുരുഷനായ മഹാവിഷ്ണു അവതാരങ്ങൾ എടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ 6ാമത്തെ അവതാരം മാത്രമാണ് നമുക്കൊരു ചെറിയ സംശയം. മറ്റവതാരങ്ങളെ കുറിച്ച് നമുക്ക് സംശയമില്ല. സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ധർമ്മം നിലനിർത്തിക്കൊണ്ടൊരു ഭരണം നടത്തിയ ഭരണാധികാരിയെ എന്തിനു വേണ്ടിയാണ് മഹാവിഷ്ണു ഇത്തരത്തിലൊരു അവതാരം എടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് ചവിട്ടിത്താക്കുവാൻ പോയത് എന്ന് എപ്പോഴും നമ്മുടെ ഈ ഇരിക്കുന്ന മുഴുവൻ ഒട്ടുമിക്ക ജനങ്ങൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം, മറ്റൊന്നുമല്ല. നമ്മളെല്ലാം ഭാഗവതം വായിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒരാളാണ്, ഒരൊറ്റ അമ്മ മക്കളാണ് എന്നുള്ളൊരു മനോഭാവത്തിന്റെ കൂടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അഹങ്കാരം മനസ്സിന്റെ ഉള്ളിലേക്ക് വന്നാൽ മഹാബലിയുടെ എത്ര ധർമ്മിഷ്ഠനായ ഭരണം നടത്തിയാലും അത് ഭാവിയിൽ അത് സംഭവിക്കും. അതുകൊണ്ടാണ് സുതലത്തിലേക്ക് പറഞ്ഞു വിട്ട മഹാവിഷ്ണു അവിടെ കാവൽക്കാരനായി നിൽക്കുകയാണ് ചെയ്തത് എന്നുള്ള ആ ഓർമ്മപ്പെടുത്തൽ കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ അനന്തപത്മനാഭന്റെ തിരുമുറ്റത്ത് വസിക്കുന്ന എല്ലാവർക്കും ആഘോഷപൂർവമായ ആർഭാടപൂർവമായ ഓണം ഉണ്ടാകാൻ, ഓണം ഉണ്ണുവാൻ എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട വി രാജേഷ് ജി, അദ്ദേഹം ഇന്നലെയൊക്കെ ഉറങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സാധനം എത്തിക്കുവാൻ വേണ്ടി കഠിനമായ പ്രയത്നം, ഒരാളിന് പോലും ഒന്നും ഉണ്ടാകരുത്, ഒന്നുമില്ലാതിരിക്കരുത് എന്നുള്ളൊരൊറ്റ ലക്ഷ്യത്തോടുകൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും ഒരുമയോടെ ഓണം ഓർമ്മിക്കുന്ന ഒരുമയുടെ പ്രതീകം അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ ഉണ്ടാക്കിക്കൊണ്ട് ശ്രീ വി രാജേഷ് ജി
ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഈ തിരുവനന്തപുരം നഗരസഭയിൽ 5 പ്രാവശ്യം കൊണ്ട് കൗൺസിലറായി ഈ നഗരസഭയുടെ പ്രതിനിധിയായി നിൽക്കുന്ന നമ്മുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ M.R. ഗോപൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ശ്രീ M.R. ഗോപൻജിക്ക് ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുകയാണ്. ഹരിതകർമ്മ സേനാംഗങ്ങൾ, നിരവധി ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇന്നിവിടെ ഇരിപ്പുണ്ട്. അവരാണ് നമ്മുടെ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ. അവരാണ് നമ്മുടെ ശക്തി. ഈ തിരുവനന്തപുരത്തിന്റെ അനന്തപുരിയുടെ മുഖച്ഛായ മാറ്റുന്ന മാലിന്യം എവിടെയുണ്ടോ അവിടെ ഹരിതകർമ്മ സേനാ അംഗങ്ങളുണ്ട്. അവിടെ നിന്നും എടുത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് കർമ്മനിരതനായി രാവും പകലും നിൽക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതുപോലെ മറ്റൊന്ന്, ഞങ്ങളെ എൻ്റെ ഇടവും വലവും, മേയറിന്റെ ഇടവും വലവും മുൻപും, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയൊക്കെ ശക്തിയായി നിൽക്കുന്ന 101 കൗൺസിലർമാർ, അവരുടെ ഒരുമയാണ് ഇതിന്റെയൊക്കെ എന്താണ് ഇതിന്റെയൊക്കെ ശക്തി, സർവശക്തിയും. പണ്ട് പറയും ജഗദീശ്വരൻ പറയുമ്പോൾ സർവശക്തിയും. ആ 101 കൗൺസിലർമാരെ പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിൽ സമയക്കുറവ് കൊണ്ട് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും UDF എന്നോ LDF എന്നോ BJP എന്നോ നോക്കാതെ എല്ലാ കൗൺസിലർമാർക്കും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്ക്, ഇവിടെ ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, എല്ലാവർക്കും ചേർത്തുകൊണ്ട് ഒറ്റ വാക്കിൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വന്ദേ മാതരം.